ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകളും കൊണ്ട് തന്നെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനോട് കൊടുക്കണേ. എങ്കിലാണ് ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ടിപ്സ് ഓഫ് ഇടുക്കി എന്ന പേരിലൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അതൊന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മളുടെയൊക്കെ വീഡിയോയിൽ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഈ ഒരു സ്പോഞ്ച് ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്ത് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ സിങ്ക് എങ്ങനെ നമുക്ക് ബ്ലോക്കൊക്കെ ആവുകയാണെങ്കിൽ എങ്ങനെ വേഗത്തിൽ അതൊക്കെ ബ്ലോക്കൊക്കെ മാറ്റാമെന്നുള്ളതും, അതുപോലെ നല്ല സ്മെല്ലോട് കൂടി നമ്മളുടെ കിച്ചണിലെ സിങ്ക് എങ്ങനെ വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. വാഷ് ബേസിൻ എങ്ങനെ വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോ. ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ബ്ലോക്കൊക്കെ മാറാൻ വേണ്ടി നമുക്ക് ട്രൈ ചെയ്യാവുന്നത് ഇതുപോലെ നമ്മളുടെ കൈ കൂട്ടി പിടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനകത്ത് വരുന്ന എന്തെങ്കിലും എയർ പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ വേഗം തന്നെ അത് പോയി നമ്മളുടെ കിച്ചണിലെ സിങ്ക് വേഗം തന്നെ ബ്ലോക്ക് മാറും. അടുത്ത ടിപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീണ്ടും ഒരു ടിഷ്യൂവോ ഏതെങ്കിലും ഒരു പേപ്പറോ എടുക്കുക. അതിനുശേഷം ബ്ലോക്ക് ആകുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു ടിഷ്യൂ വെച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്തു കൊടുത്താൽ മതിയാകും. അപ്പോഴും നമ്മളുടെ ബ്ലോക്ക് നല്ല രീതിയിൽ നമുക്ക് വേഗത്തിൽ തന്നെ പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു 2 ടിപ്സും പരീക്ഷിച്ച് നോക്കുക കേട്ടോ, നല്ലതാണ്. അടുത്ത ടിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്, നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് നോക്കാം. അത് ഒത്തിരി അഴുക്കും പൊടിയും ഒന്നും ഇല്ലാത്ത സമയത്ത് ചിലപ്പോൾ നമുക്കിങ്ങനെ വെള്ളം കൂടി ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് നമുക്ക് ഇതുപോലെ നമ്മളുടെ സിങ്കിനകത്ത് ആ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ചുറ്റിച്ച് കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചുറ്റിച്ച് കഴിയുമ്പോഴത്തേനും വളരെ എളുപ്പത്തിൽ ആ വെള്ളം പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ടിപ്സും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ലതാണ്. വളരെ എളുപ്പം നമ്മളുടെ സിങ്കൊക്കെ റെഡിയായി കിട്ടും. ഇനി നമുക്ക് അടുത്ത ടിപ്സ് നോക്കാം. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മളുടെ സിങ്കിലെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോകാൻ പറ്റുന്ന ഒരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ഞാൻ ഈ എടുത്തിരിക്കുന്ന കുപ്പി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ന്യൂട്ടെല്ല നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ന്യൂട്ടെല്ല എല്ലാവരും തന്നെ വാങ്ങിക്കാറുണ്ട്. ആ ഒരു കുപ്പിയാണ്. നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ന്യൂട്ടെല്ലയുടെ കുപ്പി ഉണ്ടെങ്കിൽ ഇനി കളയാൻ പാടില്ല, ഇതുപോലെയൊക്കെ സൂക്ഷിച്ച് വയ്ക്കുക. കണ്ടോ, ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന കുപ്പിയാണിത്. അപ്പോൾ അതിലേക്ക് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. നമ്മളുടെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ നമ്മളുടെ ജീരകം ഉണ്ടെങ്കിൽ ചില്ലിൻ്റെ ഭരണിയായിരിക്കും എപ്പോഴും എല്ലാ സാധനങ്ങളും, സ്പൈസസ് ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും സൂക്ഷിക്കാൻ നമുക്ക് ഏറ്റവും നമ്മളുടെ ഹെൽത്തിന് നല്ലത് ചില്ലിൻ്റെ ഭരണിയായിരിക്കും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സൂക്ഷിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ടിപ്സിലേക്ക് പോവാം. ടിപ്സ് ഞാൻ കുറച്ച് സോപ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ സോപ്പ് പൊടിയാണ്. നമ്മളുടെ സിങ്കിനകത്തേക്ക് ഇതുപോലെ നമുക്ക് കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുക്കുക ആദ്യമായിട്ട്. അപ്പോൾ നല്ല രീതിയിലൊരു റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ബാഡ് സ്മെല്ലെന്ന് പറയുന്ന സംഭവമേ ഇല്ല. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയോളൂ, നല്ലൊരു റിസൾട്ട് കിട്ടും. സോപ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മളുടെ ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡയും നല്ല രീതിയിൽ സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ടും നമ്മളുടെ സിങ്ക് ക്ലീൻ ആക്കാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നൊരു സംഭവമാണ് ബേക്കിംഗ് സോഡ. അപ്പോൾ അതും ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മളുടെ ആ ഒരു ഹോൾ ഉണ്ടല്ലോ, അത് ഒന്ന് മറിഞ്ഞിരിക്കത്തക്ക രീതിയിൽ നമുക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ സിന്തറ്റിക് വിനാഗിരിയാണ്. വിനാഗിരിയും ആ ഒരു ബ്ലോക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടും സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് സഹായകമാകും. വിനാഗിരി ഞാനിവിടെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനാഗിരി ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ അങ്ങ് പതഞ്ഞ് വരുന്നത് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്കൊരു സ്ക്രബ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എല്ലായിടവും ഒന്ന് തേച്ച് കൊടുക്കുക. നന്നായിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ സിങ്കിൻ്റെ ആ ഒരു കളറൊക്കെ മാറി നല്ലൊരു കളറിലേക്കും വരും ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ. ഇതുപോലൊരു സ്റ്റീൽ സ്ക്രബ്ബർ വെച്ചിട്ട് തേച്ച് കൊടുക്കുക. നമുക്ക് വാഷ് ബേസിൻ പോറൂന്നൊക്കെ ഉണ്ടെങ്കിൽ സാധാരണ മറ്റേ നമ്മൾ സ്പോഞ്ച് വെച്ചിട്ട് തേച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് തേച്ച് കൊടുത്തതിന് ശേഷം ഇനി ചെയ്യാൻ പോകുന്നത് കുറച്ച് ചൂടുവെള്ളമാണ്. അപ്പോൾ ഒത്തിരി തിളച്ച വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല.
ചെറിയ ചൂടുള്ള വെള്ളമാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചിലവരുടെ നമ്മളുടെ പൈപ്പൊക്കെ ഏത് രീതിയിലാണ് പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കുഴപ്പമില്ലാത്തവരാണെങ്കിൽ തിളച്ച വെള്ളം തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല രീതിയിൽ നമ്മളുടെ സിങ്ക് നല്ല ക്ലിയർ ആൻഡ് ക്ലീൻ ആയിട്ട് കിട്ടും. നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. അതായത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നല്ലൊരു ക്ലീനായിട്ട് നമ്മളുടെ സിങ്ക് മാറുന്നത്. അപ്പോൾ എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്സ് നോക്കാം. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കർപ്പൂരമാണ് കേട്ടോ. കർപ്പൂരം എപ്പോഴും നമ്മൾ ഇതുപോലെ ഒരു ടിന്ന് വാങ്ങിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. പല കാര്യങ്ങൾക്കും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഞാനിവിടെ ചെയ്തു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ജോലിയെല്ലാം തീർത്തതിന് ശേഷം സിങ്കിനകത്ത് നമ്മൾ ആ ഒരു കഴുകി വൃത്തിയാക്കിയതിന് ശേഷമായിരിക്കുമല്ലോ പോകുന്നത്. ആ ഒരു സമയത്ത് നമുക്കിതുപോലെ ഒരു കർപ്പൂരം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ പാറ്റകളോ അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ശല്യം ഉണ്ടാവത്തില്ല. നല്ലൊരു സ്മെല്ലും ആയിരിക്കും കേട്ടോ. നമ്മൾ രാവിലെ വരുമ്പോഴത്തേനും നമ്മുടെ അടുക്കളയിൽ നല്ലൊരു സ്മെല്ലും ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കർപ്പൂരത്തിൻ്റെ ഒരു ചെറിയൊരു പീസ് അവിടെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മളുടെ ജോലികളും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതവിടെ നമ്മൾ നല്ലൊരു സ്മെല്ല് നമുക്ക് നൽകും. അപ്പോൾ ഈ ഒരു ടിപ്സും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ നമ്മളുടെ ഓറഞ്ച് തൊലി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു വീഡിയോ ആയിരുന്നു. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അത് വെച്ചും കൂടി ഒരു ക്ലീനിങ് ആണ് കേട്ടോ. ആ ഒരു സംഭവം കൂടെ വെച്ച് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും പിന്നെ നമുക്ക് ബാഡ് സ്മെല്ലെന്ന് പറഞ്ഞ സംഭവമേ ഉണ്ടാകുന്നില്ല. നമ്മളുടെ സിങ്ക് നല്ല ക്ലീനായി കിട്ടും. അപ്പം കുറച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ഒരു സ്പോഞ്ച് വെച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതിയാകും. നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കണം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മളുടെ സിങ്ക് ക്ലീനിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും പ്രധാനപ്പെട്ട അടുത്ത എല്ലാവരും ചെയ്തിരിക്കേണ്ട മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ നമ്മളുടെ സ്പോഞ്ച് വൃത്തിയാക്കുക എന്നുള്ളത്. അപ്പോൾ അധികം ആരും അത് ചെയ്യാറില്ല. ഞാൻ കണ്ടിട്ടുണ്ട് എത്ര പഴകിയ സ്പോഞ്ചാണെങ്കിലും കളയാതെ ഉപയോഗിക്കുന്നതും കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കാരണം അത് വളരെ നമുക്ക് ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളെല്ലാവരും കെയർഫുൾ ആകുക. ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് സ്പോഞ്ചും കൂടി ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഏതെങ്കിലും ഒരു പഴയ പാത്രത്തിൽ വെച്ച് കൊടുത്താൽ മതിയാകും. ഇതുപോലെ വെള്ളം ഒന്ന് നല്ല രീതിയിൽ ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ നമ്മുടെ സ്പോഞ്ചിലുള്ള ബാക്ടീരിയകളെയൊക്കെ നമുക്ക് ഈ തിളച്ച വെള്ളം കൊണ്ട് നശിപ്പിക്കുകയും ചെയ്യാം. എന്നാൽ നല്ല രീതിയിൽ ബാഡ് സ്മെല്ലൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിനാഗിരിയും നമ്മളെ സഹായിക്കും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ സ്പോഞ്ചും കൂടെ അങ്ങ് ചേർത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നല്ല രീതിയിൽ നമ്മളുടെ സ്പോഞ്ച് വൃത്തിയായി കിട്ടും. ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ ആരോഗ്യം നമ്മളുടെ കൈകളിൽ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ സ്പോഞ്ച് ഇവിടെ നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലതായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് സ്റ്റോർ ചെയ്യാം. ഉണക്കി വേണം എപ്പോഴും സൂക്ഷിക്കാനായിട്ട്. നനവുള്ള സ്ഥലത്ത് സൂക്ഷിക്കാനേ പാടില്ല. നല്ല സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലത്ത് വേണം ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കാണാനെത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങൾ വന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയും നല്ലൊരു ടിപ്സുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.